നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം സത്യപ്രതിജ്ഞ നിരവധി കാരണങ്ങളാൽ ചരിത്രപരമായിരിക്കും. ഒന്നാമതായി 22ാമത്തെയും 24ാമത്തെയും പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച പ്രസിഡന്റ് ഗ്രോവർ ക്ലീവ്ലാൻഡിന് ശേഷം തുടർച്ചയായി 2 തവണയല്ലാത്ത US പ്രസിഡന്റായി അദ്ദേഹം മാറും. ട്രംപ് 45ാമത്തെയും 47ാമത്തെയും പ്രസിഡന്റായിരിക്കും. രണ്ടാമതായി ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അധികാരമേറ്റ ആദ്യത്തെ US പ്രസിഡന്റായിരിക്കും ട്രംപ്. അവസാനമായി ജോ ബൈഡന് ശേഷം പ്രസിഡന്റാകുന്ന ഏറ്റവും പ്രായം കൂടിയ രണ്ടാമത്തെ വ്യക്തിയും അദ്ദേഹമായിരിക്കും. സത്യപ്രതിജ്ഞ ചടങ്ങ്, അത് നടക്കുന്ന തീയതി, അമേരിക്കൻ പതാകകൾ പ്രദർശിപ്പിക്കുന്ന രീതി എന്നിവ കാരണം സവിശേഷമായിരിക്കും. ഈ കാര്യങ്ങൾ പരിപാടിയെ സവിശേഷമായ രീതിയിൽ വേറിട്ട് നിർത്തും. 2025 ജനുവരി 20 തിങ്കളാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണം നടക്കുക. ഡൊണാൾഡ് ട്രംപും നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസും US ക്യാപിറ്റോളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഈ ദിനം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ദിനമായി കണക്കാക്കപ്പെടുന്ന ദിവസമാണ്. പൗരാവകാശ നേതാവിനോടുള്ള ആദരസൂചകമായി എല്ലാ വർഷവും ജനുവരിയിലെ 3ാമത്തെ തിങ്കളാഴ്ച USൽ അവധി ദിനമാണ്. അമേരിക്കയിൽ ഈ ദിനവും സത്യപ്രതിജ്ഞാ ചടങ്ങും ഒരുമിച്ച് വരുന്നത് ഇത് 3ാം തവണയാണ്. 2013 ജനുവരിയിൽ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ രണ്ടാം സ്ഥാനാരോഹണവും 1997 ജനുവരിയിൽ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ രണ്ടാം സ്ഥാനാരോഹണവും 3ാമത്തെ തിങ്കളാഴ്ചയായിരുന്നു നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് ട്രംപിന്റെ പ്രസംഗവും ഉണ്ടാവും. 2025 ജനുവരി 20 സത്യപ്രതിജ്ഞാ ദിനത്തിൽ നിരവധി പ്രധാന പരിപാടികൾ നടക്കുന്നുണ്ട്. സുരക്ഷ ഉറപ്പാക്കാൻ രാവിലെ 5 മണിക്ക് നാഷണൽ മാളിൽ കാണികളെ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കും. വാഷിംഗ്ടൺ DC-യിൽ പ്രതീക്ഷിക്കുന്ന തണുത്തുറഞ്ഞ താപനില കാരണം ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തിന്റെ പദ്ധതികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങുകൾക്കായുള്ള സംയുക്ത കോൺഗ്രസ് കമ്മിറ്റി മേൽനോട്ടം വഹിക്കുന്ന 8 പ്രധാന പരിപാടികളുണ്ട്. US ക്യാപിറ്റലിലേക്കുള്ള ഘോഷയാത്ര, ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്, രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്, രാഷ്ട്രപതിയുടെ പ്രസംഗം, സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റിന്റെയും പ്രഥമ വനിതയുടെയും യാത്രയയപ്പ്, ക്യാപിറ്റോളിൽ ഒപ്പുവെക്കൽ ചടങ്ങ്, ക്യാപിറ്റോളിൽ ഉച്ചഭക്ഷണം, സൈനിക സേനയുടെ അവലോകനം എന്നിവയാണവ. ദിവസത്തിന്റെ ആദ്യം ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുകയും തുടർന്ന് ഒരു കാറിൽ ക്യാപിറ്റോളിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്യും. വൈസ് പ്രസിഡന്റ് കമല ഹാരിസും നിയുക്ത വൈസ് പ്രസിഡന്റ് JD വാൻസും അവരുടെ കുടുംബങ്ങളും ഒപ്പമുണ്ടാകും. അവർ ക്യാപിറ്റോളിൽ എത്തിക്കഴിഞ്ഞാൽ JD വാൻസ് ആദ്യം വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യും. തുടർന്ന് ട്രംപ് വീണ്ടും പ്രസിഡന്റാകാൻ സത്യപ്രതിജ്ഞ ചെയ്യും. ഈ ചടങ്ങ് ക്യാപിറ്റോൾ റോട്ടുണ്ടയ്ക്കുള്ളിൽ നടക്കും. തണുത്ത കാലാവസ്ഥ കാരണമാണ് റോട്ടുണ്ടയിൽ പരിപാടി നടത്തുന്നത്. എല്ലാവർക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ വലിയ സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്. പരിപാടി ജനങ്ങൾക്ക് കാണാൻ ക്യാപിറ്റോൾ 1 അരീന തുറന്നു കൊടുക്കും. ട്രംപിന്റെ പ്രസംഗത്തിന് ശേഷം പ്രസിഡന്റ് ബൈഡനും പ്രഥമ വനിത ജിൽ ബൈഡനും ആചാരപരമായ യാത്രാമൊഴിയോടെ ക്യാപിറ്റോളിൽ നിന്ന് പുറപ്പെടും. തുടർന്ന് ട്രംപ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ആദ്യ ഔദ്യോഗിക നടപടികൾ അടയാളപ്പെടുത്തുന്നതിനായി പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടാൻ ക്യാപിറ്റോളിനുള്ളിലേക്ക് പോകും. ഒപ്പുവെക്കൽ ചടങ്ങിന് ശേഷം ട്രംപും വാൻസും ക്യാപിറ്റോളിൽ ഉച്ചഭക്ഷണത്തിൽ പങ്കെടുക്കും. പിന്നീട് ട്രംപ് ക്യാപിറ്റൽ പരിപാടികളിൽ സൈനികരെ അവലോകനം ചെയ്യുകയും തുടർന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ പ്രസിഡൻഷ്യൽ പരേഡിന് ആതിഥ്യം വഹിക്കാൻ ക്യാപിറ്റോൾ 1 അരീനയിലേക്ക് പോവുകയും ചെയ്യും. സത്യപ്രതിജ്ഞാ ദിനത്തിൽ നിരവധി കലാകാരന്മാർ വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ദ കൺട്രി മ്യൂസിക് സ്റ്റാർ കാരി അണ്ടർവുഡ് അമേരിക്ക ദി ബ്യൂട്ടിഫുൾ ആലപിക്കും. ജനുവരി 20 ഒരു ദേശീയ പ്രത്യേക സുരക്ഷാ പരിപാടിയായി കണക്കാക്കപ്പെടുന്നതിനാൽ ഉദ്ഘാടന ദിനത്തിൽ സുരക്ഷ വളരെ കർശനമായിരിക്കും. US സീക്രട്ട് സർവീസ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. വാഷിംഗ്ടൺ DC-യിൽ നിന്നുള്ള നാഷണൽ ഗാർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഏകദേശം 25,000 നിയമ നിർവഹണ ഉദ്യോഗസ്ഥർ സുരക്ഷയ്ക്കായി ഉണ്ടാകും. പ്രദേശത്ത് ചുറ്റും ഏകദേശം 30 മൈൽ സ്ഥലത്ത് 7 അടി ഉയരത്തിൽ താൽക്കാലിക വേലി നിർമ്മിക്കും. 2024 ഡിസംബർ 29 മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 30 ദിവസത്തേക്ക് അമേരിക്കൻ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടണമെന്ന് പ്രസിഡന്റ് ബൈഡൻ ഉത്തരവിട്ടിരുന്നു. മുൻ പ്രസിഡന്റ് അന്തരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ ചെയ്യുന്ന സ്വാഭാവിക പ്രക്രിയയാണിത്. 30 ദിവസത്തെ കാലാവധി ജനുവരി 28 അവസാനിക്കുന്നത്. അതിനാൽ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ദിവസമായ ജനുവരി 20 പതാകകൾ ഉയർത്തിക്കെട്ടാൻ സാധിക്കില്ല. നിലവിലെ പ്രസിഡന്റിന് മാത്രമേ ക്രമം മാറ്റാൻ കഴിയൂ എന്നതിനാൽ ട്രംപിനെ ഔദ്യോഗികമായി സ്ഥാനാരോഹണം ചെയ്യുന്നതുവരെ പതാകകൾ മുഴുവൻ താഴ്ത്തിക്കെട്ടിയ നിലയിലാണ് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത്. സത്യപ്രതിജ്ഞാ വേളയിൽ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടുന്നത് ഇതാദ്യമായിരിക്കുമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു അമേരിക്കക്കാരനും അതിൽ സന്തോഷിക്കില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ട്രംപിന് മറുപടിയായി ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. സ്ഥാനാരോഹണ ദിനത്തിൽ ക്യാപിറ്റോളിലെ പതാകകൾ മുഴുവൻ ഉയർത്തിക്കെട്ടുമെന്നും എന്നാൽ അടുത്ത ദിവസം താഴ്ത്തിക്കെട്ടുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ഒരു പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടുന്നത് ഇതാദ്യമല്ല. 1972 ഡിസംബറിൽ അന്തരിച്ച പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാന്റെ സ്മരണയ്ക്കായി 1973 പ്രസിഡന്റ് നിക്സന്റെ രണ്ടാമത്തെ സത്യപ്രതിജ്ഞാ വേളയിലും പതാകകൾ താഴ്ത്തിക്കെട്ടിയിരുന്നു.